പിള്ളേരുടെ ഒരു കാര്യം പഠിക്കേണ്ട സമയത്ത് കിടന്ന് കളിക്കണം. കളിക്ക്. എടി റിമോട്ട് എവിടെ? റിമോട്ട് എവിടെന്ന്? തുള്ളടി തുള്ളടി. നിനക്കിപ്പോ കളിക്കണ്ടേ? നിനക്കിപ്പോ കളിക്കണ്ടേ? ഞാൻ എന്തിനാടി ഈ കിടന്ന് കഷ്ടപ്പെടുന്നേ? നിന്നെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ? ഇപ്പൊ കിടന്ന് തുള്ളാൻ മാത്രം എന്തോ ഒഴിവുണ്ടായേ? പറയടി. എന്താടി? എന്താ ഇവിടെ പ്രശ്നം? നീ എന്തിനാ ബഹളം വെക്കുന്നേ? ഇവിടെ എന്താ പ്രശ്നം നമ്മ കാണുന്നില്ലേ? ഞാൻ ഈ ദിവസം കിടന്ന് കഷ്ടപ്പെടുന്ന ഇവളുമാരെ പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ? ഈ വീട് നോക്കാൻ വേണ്ടിട്ടല്ലേ? അമ്മയ്ക്ക് അതെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചൂടെ? രാവിലെ മുതൽ ഇവളുമാർ എന്താ ചെയ്യുന്നതെന്ന്? നിനക്ക് ഇവിടെ വേറെ എന്തോ ജോലി? എന്താ മോളെ ഇത്? നമ്മുടെ വിഷമങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നവരോട് ഇങ്ങനെയല്ല തീർക്കേണ്ടത്. ഈ താൽക്കാലിക ജോലി പോയ പോട്ടെ മോളെ. എൻ്റെ മോളെ എത്ര PSC എക്സാം എഴുതിയിട്ടിരിക്കുക, മോക്ക് കിട്ടും. കേട്ടിട്ടില്ലേ? ഒരു കുഴി, പടുകുഴി, പിന്നെയും കുഴി, പിന്നെ ഒരു ഊഞ്ഞാൽ. അതാ മോളെ ജീവിതം. നല്ല നിലയിൽ ജോലി ചെയ്ത നിങ്ങൾക്കൊക്കെ യാത്രാമംഗളങ്ങൾ നേരുമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനയുള്ള കാര്യമാണ്. കവി പറഞ്ഞതുപോലെ വിധിയെ തടയാൻ ആർക്കും ആവില്ലല്ലോ, പ്രത്യേകിച്ച് കോടതി വിധിയെ. ഈ അവസരത്തിൽ എല്ലാവർക്കും നന്മ നിറഞ്ഞ ശോഭനമായ യാത്രാമംഗളങ്ങൾ നേരുകയാണ്. ഇന്ന് പിരിഞ്ഞു പോകുന്നവർ സന്തോഷ്, ഗൗതമി, വിനീത, അപ്പോ നമുക്ക് ഓരോ ചായ കുടിച്ചിട്ട് പിരിയാം. അതെ അതെ, ചായ അടിയില്ലേ? പിന്നെ അവിടെ ചായ മാത്രമല്ല വടയും ഉണ്ടായിരിക്കുന്നു. ഗൗതമി സാറേ, ചായ കുടിച്ചിട്ട് പോവാം. ഞാൻ എന്താ വരുന്നേ? ഗൗതമി സാർ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. കറിയാച്ചോ, ഇവിടെ പള്ളിയൊക്കെ ഒന്നും ഒരു കുറവില്ലല്ലോടാ. പെങ്ങള് ഹാപ്പി അല്ലേ? അത് മതി. എനിക്കതായിരുന്നു ഒരു പേടി, പള്ളിയിൽ പോകാൻ പറ്റുമോന്നുള്ളത്. അതെ, നമ്മുടെ പറമ്പിലെ റബ്ബർ ഉള്ളി പറക്കി വിറ്റാ 30-ാം പക്ക സർക്കാർ കൊടുക്കുന്നതിനേക്കാളും കിട്ടും ഇവന്. പിന്നെ എന്നാത്തിനാ ഇവൻ ഈ തൊലിഞ്ഞ പണിക്ക് പോകുന്നത്? തൊലിഞ്ഞ ജോലിയോ? ഈയിടെ ഇത് സർക്കാർ ജോലിയാ. ജീവിതകാലം മൊത്തവേ അവൻ സേഫാ. പിന്നെ അല്ല തന്തമാരുണ്ടാക്കിയ തപ്പി നടക്കാതെ
നെറ്റിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്നവൻ തന്നെ യഥാർത്ഥയാണ്. അതിപ്പോ നിങ്ങൾ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. നിനക്ക് തോന്നിയോ? സഖാവ് ഈ കുണ്ടാണ്ടം ഇങ്ങനെ തേമ്പട്ട കാര്യം എന്തുവാ സഖാവേ? മനഃപൂർവ്വമല്ലല്ലോ. പിന്നെ ചുമ്മാ അല്ല സഖാവിന് പെണ്ണ് കിട്ടാത്ത. ലോക്കൽ കമ്മിറ്റി എന്നാ പറഞ്ഞാലും ലോക്കൽ കമ്പനി ഞാൻ പറയുന്ന അനുസരിച്ചില്ല മഹാദേഷ്യം വരും കേട്ടോ. സഖാവ് ചവിട്ട് പഠിക്കേ ഒറ്റ ചവിട്ടാന്നല്ലോ ഇവിടെ പറയുന്നേ. ആശാനെ ചവിട്ടു. ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ കപ്പലിന്റെ വീട്ടാണെന്ന് ഓർമ്മയുണ്ടാ? തന്നെ പിടിച്ച് ഞാൻ എന്റെ പിയ്യാക്കിയാ. എടോ എനിക്ക് ചെറുപ്പത്തിൽ ചവിട്ടാൻ അറിയായിരുന്നു, മനസ്സിലായ? എനിക്ക് വെയിലിന്റെ അസുഖമുള്ള തലവേദന വരും, അതുകൊണ്ടാണ്. തന്റെ സഹായം എനിക്ക് ഇനി വേണ്ട. എനിക്ക് ഒറ്റക്ക് ഞാൻ കാണിച്ചാലോ. ഞാൻ പിടിച്ചേരാം. സഖാവ് കണങ്ങല്ലേ സഖാവ്? സഖാവ് പറക്ക പറ്റിയിട്ടില്ല. സഖാവ് ചവിട്ടരുതെന്ന്. സഖാവ് വീഴും പറയുന്ന കേക്ക്. ആ പോയിക്കോ. നെഞ്ചത്തോട്ടാണല്ലോ ദൈവമേ. ഓ പറഞ്ഞാൽ അറിയാത്ത സഖാവ് കൊള്ളുമ്പോഴറിയാന്നോടിയല്ലേ. സഖാവ് നമ്മുടെ ഇടതുവശമാ. ഞാൻ പാടത്ത് കാണും. ഓ, അയ്യോ. സഖാവ് വലത് പറ്റിയോ സഖാവ്? വലത് പറ്റിയോ സഖാവ്? ഇതെന്ത് ചാച്ചാച്ചിയുടെ മുന്നിൽ പോവാ? അയ്യോ, നമ്മളേത് വാട്ടിലാണ്? ഒന്നും പറ്റില്ല. നമ്മളെ പരിചയമില്ലാത്ത കക്ഷികളാന്ന് തോന്നുന്നല്ലോ സഖാവ്. അതെ, അത് ശരിയാണ്. നമ്മുടെ വോട്ടർ പട്ടികയിലുള്ള ആൾക്കാരല്ല. നമുക്കൊന്ന് ചോദിച്ചാലോ? ഇതാണോ ടകരാച്ച നമ്മുടെ വീട്? ആ, നമ്മുടെ വീടല്ല, നിങ്ങൾ വാടകയ്ക്ക് താമസിക്കാൻ പോകുന്ന വീട്. അവന്മാരെത്തിയല്ലോ. ഇവിടെ എത്തിയല്ലോ. ഇതെന്താ നിങ്ങൾ പഴയ ഫർണിച്ചർ കയറ്റി വന്നേ? പുതിയ ഉണ്ടായിരുന്നല്ലോ. പിന്നെ വാടക വീട്ടിലേക്കല്ലേ, ഇതൊക്കെ മതി. യൂണിയൻകാരാണ് അല്ലേ? മനസ്സിലായില്ല. ആരാ? അതന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. ആരാ? കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ സെക്രട്ടറി. കൈനഗിരി ബ്രാഞ്ച് സെക്രട്ടറി. പോരാ, മതി. നിങ്ങളുടെ ജില്ലയൊക്കെ വലുതാ ഞങ്ങളുടെ ബ്രാഞ്ച്. സമ്മതിക്കല്ല. എന്താണ് ഉമാരുടെ പ്രശ്നം? ഇവൻ ഇറക്കാൻ വന്നതാ. അതിവിടെ നടക്കത്തില്ല. പിടിയടാ. ജില്ലാ സെക്രട്ടറിയാ. ഫോൺ പിടിയടാ. ജില്ലാ സെക്രട്ടറി. നിങ്ങളെ ഇങ്ങോട്ട് ഇറങ്ങി. എന്നെ മുതലെടുക്കാൻ യൂണിയൻകാരുടെ ആവശ്യമില്ലല്ലോ. ഞാൻ എടുത്തോളാം. എന്നെ മുതൽ ഇങ്ങോട്ട് ഇറങ്ങി. ഇതെന്നാ കാണിക്കുന്നത്? കാണാമല്ലേ, വന്ന് പിടിക്കണം. അല്ല നമ്മുടെ ജില്ലാ സെക്രട്ടറി ഞാനോ? ഡാ, പിടിയെടാ. നമ്മുടെ ആൾക്കാർ ചോദിക്കുക. പിടി. സാറേ, ഇത് പിടിച്ചേ. അത് മേടിച്ചു വെച്ചു. പിടിക്ക്. പോയി ഇടിക്ക്. ഇടിക്ക്. ഇയാളെ തിരുവാതിര കളിക്കണം. പോയി തടയ്. നോക്കി നിൽക്കാതെ വാങ്ങിക്ക്. ആഹാ. എടാ, എന്തോ അതിന്റെ പേര്? ഭീമൻ. ഭീമനോ? ഞാൻ വിളിക്കത്തില്ല. ഭീമന് തന്നെ നാണക്കേടാവും. എന്നാ ബാക്കിയുള്ളവരോട് തള്ളന്നെ ഇറക്കട്ടെ. ഇവിടുന്ന് കിട്ടുന്നത് നക്കാപ്പിച്ച് ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ട അല്ലേ? നീ എന്നോട് വിളിച്ചേ? റഹേലെ, വേണ്ട. എന്നോട് വിളിച്ചേ? നീ എന്താണ് എന്നെ വിളിച്ചേ? നീ എന്തുവാ എന്നെ വിളിച്ചേ? റഹേലെ, വേണ്ട, വേണ്ട. അടങ്ങ്, അടങ്ങ്. അതെ, മണിയടിച്ചത് നന്നായി. വിട്ടോ സഖാ, വിട്ടോ. തേക്കന്തടത്തിൽ മാത്തൻ ഭാര്യ റാഹേൽ. കോട്ടയം DC വിളിച്ച് ചോദിച്ചാ മതി. ഒരു പേന ഉണ്ടാവും. എഴുതരാം. എഴുത്തച്ഛന്റെ പേരക്കുട്ടിയാ. പേര് ഭീമൻ എന്ന് പറഞ്ഞപ്പോഴേ സംഗതി കുളമായി. എത്ര കാലം കൊണ്ട് ഞാൻ സഖാവിനോട് പറയുന്നു ഈ പേരൊന്ന് മാറ്റാൻ. ഒരു മിനിറ്റ്. നിങ്ങളെ അറിയ ഞാനല്ലേ ആദ്യം കയറി. അവര് കയറട്ടെ. എന്നാ പാവങ്ങള അവര് കയറട്ടെ. ഒതുക്കിരി ഒതുക്കിരി. അവിടെ നിന്നോ. ഓടി വന്നാ മതി. പേര് മാറ്റണോ അല്ലേ? മാറ്റി തരാട്ടാ. അച്ഛോ, ഇവിടെ ഞായറാഴ്ച 3 കുർബാന ഉണ്ടായിരിക്കും അല്ലേ? ഇത് ചെറിയൊരു ഇടവകയാണ്. ഇവിടെ 2 കുർബാനേ ഉള്ളൂ. നിങ്ങൾ എവിടുന്നാ? ഞാന് പറഞ്ഞാനം അൽഫോൻസാമയുടെ പള്ളി ഇടവക. വലിയ പള്ളിയിൽ ഇപ്പൊ ഇങ്ങോട്ട് മാറിയതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടെ KSRTC ജോയിൻ ചെയ്തേ ഉള്ളൂ. എന്തായിട്ടാണ്? കണ്ടക്ടറായിട്ട്. വേറെ ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അച്ഛ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം. അപ്പൊ ശരി അച്ഛ, കാണാം. അച്ഛൻ കുഴപ്പമില്ലല്ലേ? ഒരു പാവ അച്ഛൻ. റാഹേലമ്മ സുന്ദരിയായിട്ടുണ്ടല്ലോ. അടിച്ചോണ്ട് ഞാൻ എന്നും സുന്ദരിയാ. നീ എന്നെ ശ്രദ്ധിക്കാത്തോണ്ടാ കേട്ടോ. പള്ളിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ, എന്നാലും നമ്മുടെ പള്ളിയുടെ അത്രയും പോരാ. എന്നാ പിന്നെ പാലയില് 2 ഏക്കർ വെച്ചിട്ടെ പള്ളിക്കരി കൊടുത്താലോ? വേണ്ടേ? വേണ്ട. വേണ്ട.